കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടും വളരെ കാത്തിരിപ്പോടും പ്രതീക്ഷയോടും ഉപവാസത്തോടും കൂടെ വരെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ടോപ്പിക്കാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. എന്നാൽ ഭയങ്കര ആഴമായിട്ട് ഒത്തിരി അങ്ങ് നമുക്കതിനകത്തുനിന്ന് സംസാരിക്കാനുള്ള സമയക്കുറവ് നമുക്കുണ്ട്. എന്നാലും ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വിശ്വാസ ജീവിതത്തിൽ നിന്ന് വഴുതിപ്പോകരുത്, അത് ശക്തിയോടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ കൃപയിൽ വളരണം, ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പരാജയപ്പെട്ടു പോകരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് സന്തോഷം നൽകുന്നൊരു തിരുവചനമാണ്. എന്നാൽ അത് നമ്മൾ വചനത്തിനകത്ത് നിന്ന് നമ്മൾ വളരെ ആഴമായി സംസാരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഫയർ ലെവലിൽ മാത്രം അങ്ങനെ പോകുന്ന ഒരു മീറ്റിംഗ് അല്ല. എന്തിനാണ് എന്നിലെ കൃപാവരം ഞാൻ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് ദൈവം എൻ്റെ മേൽ കൃപകളെയും വരങ്ങളെയും തന്നിരിക്കുന്നത്, ആ കൃപാവരത്തിൻ്റെ പർപ്പസ് എന്താണ്, ആ കൃപാവരങ്ങൾ കേവലം എന്തൊക്കെ മാത്രമല്ല ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ലഭ്യമായ സമയത്തിനകത്ത് ചിന്തിക്കാനായി ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പതിവ് പോലെ ഞാൻ പറയുന്നു, ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവത്തിൻ്റെ കൃപയാൽ ഈ ചാനലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനെ നാം പഠിക്കുന്നു. ആ തിരുവെഴുത്തിനെ നാം ഇതിനകത്ത് ശുശ്രൂഷിക്കുന്നു. അനേക രോഗികൾക്ക് സൗഖ്യമായും, മനസ്സ് തകർന്നവർക്ക് ആശ്വാസമായും, പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് വിടുതലുകളായിട്ടെല്ലാം ഈ നാളുകളിൽ ഇതിനകത്തുള്ള സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, താങ്ക് യു ജീസസ്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ആ അളവ് ഒത്തിരി പേരിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ വ്യക്തികളും ഇതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നാദ്യമായി ഞങ്ങളെ കാണുന്ന നിങ്ങൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഫോളോ ചെയ്യുക, ഈ ചാനലിലെ ഓരോ സന്ദേശങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ആ ദൈവ സാന്നിധ്യം സ്വീകരിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായി മാറും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും. ഈ സമയത്തെ ചിന്തയ്ക്കായി ദൈവാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് തിമോത്തിയോസിന് എഴുതിയ, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം. ശുശ്രൂഷയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഞാൻ ഒരു കാര്യം എനിക്കറിയാം, ഇതിനകത്ത് നമ്മുടെ ഈ ചാനൽ വാച്ച് ചെയ്യുന്ന ഒരു 95% ജനങ്ങളും ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും, ചിലരൊക്കെയും ശുശ്രൂഷയിൽ നിൽക്കുകയും, ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുകയും അതിൽ വളരാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവമക്കളാണ്. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കൃപകളിലൊന്ന് അങ്ങനെയുള്ളവരെ ആ നിയോഗത്തിലേക്ക് നടത്തുകയും അവരെ പ്രചോദിപ്പിക്കുകയും കൂടെ ചെയ്യുക എന്ന ഒരു കൃപയും കൂടെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മെസ്സേജുകൾക്കകത്ത് പലപ്പോഴും ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് എനിക്ക് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എനിക്ക് തന്നെ അത് തോന്നിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്, അങ്ങനെയുള്ളവരെ ഒന്ന് ബലപ്പെടുത്തുകയും അവരെ കൂടെ ആ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു കാഴ്ചപ്പാടും കൂടെ എനിക്കുണ്ട്. ദൈവം അത് തന്നേക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഞാൻ എന്നിൽ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നല്ല, ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റും കൂടെയാണ്. സോ ഇന്ന് നമുക്ക് ശുശ്രൂഷകർക്ക് വേണ്ടി കൂടെയാണ് ഇന്നത്തെ സന്ദേശം. മാത്രമല്ല, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, ഒത്തിരി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവർ, മറ്റുള്ളവർക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നില്ലെങ്കിലും അവരവരുടെ ജീവിതത്തിൽ തന്നെയും നിലനിൽക്കണമെങ്കിൽ, കൃപാവരം എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല, കൃപാവരം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കൃപയിൽ നിലനിൽക്കാനുള്ള വരം കൂടെയാണ് കൃപാവരം. ആ നിലകളിൽ കൂടെ നാം കൃപാവരത്തെ
പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിനൊത്തവണ്ണം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഈ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ വലിയ ഫേവർ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒത്തിരി ദൈവമക്കൾ ഈ സമയം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്കും കൂടെ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ലിങ്കുകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുക. അത് അവരുടെയും ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ പ്രചോദനവും പ്രേരണയും ഒക്കെ കൊണ്ടുവരുമെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അപ്പോസ്തലനായ പൗലോസ് ലേഖ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 6 മുതൽ ഞാൻ താഴേക്ക് വായിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്ത നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ഈ തിരുവെഴുത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചതായ ദൈവവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ നിജപുത്രനാകുന്ന തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽപ്പ് എന്ന വാക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും നാം കാണുന്നു. എന്തിനാണ് നാം എല്ലാ ദിവസവും ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്? എന്തിനാണ് നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നാം എല്ലാ ദിവസവും ദൈവവചനം വായിക്കുന്നത്? എന്തിനാണ് നാം എല്ലാ ദിവസവും കർത്താവേ എന്ന് നാം വിളിക്കുന്നത്? ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവവചനത്തിൽ നിന്ന് വായിച്ചതായ പല ഭാഗങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നാം പലപ്പോഴും മറന്നു പോകുമ്പോൾ ഏതെങ്കിലും ദൈവദാസന്മാർ എവിടെയെങ്കിലും എടുത്തു വായിക്കുന്നതോ പ്രസംഗത്തിനിടയിൽ അവർ ഉദാഹരണത്തിനായി എടുക്കുന്നതോ ആകുന്ന ചില വാക്കുകളും വാക്യങ്ങളും വചനങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓർമ്മപ്പെടുത്തലുകളായി വന്നിട്ടുള്ളത് കൊണ്ടാണ് ദൈവം എന്നെയും തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും ദൈവം എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവം എന്നെയും കാണുന്നുണ്ടെന്നും എൻ്റെ ഈ കഷ്ടത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ ദൈവം എനിക്ക് തന്ന ഒരു വചനവും ഓർമ്മപ്പെടുത്തലുമാണ് ഇത് എന്നുമൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും ഓർമ്മയോടെ നടന്നവരല്ല, ദൈവം നൽകിയ ഓർമ്മപ്പെടുത്തലുകളിൽ നിലനിൽക്കുന്നവരാണ്. ഈ സന്ദേശം ഇന്ന് യാദർശികമായോ അല്ലാതെയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മറന്നുപോയത് എന്തൊക്കെയോ കർത്താവ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വിട്ട് കളഞ്ഞതെന്തോ, കൈവിട്ട് പോയതെന്തോ ദൈവം വീണ്ടും നിങ്ങളിലേക്ക് മടക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശുശ്രൂഷകനായി തിമോത്തിയോസ് നിൽക്കുമ്പോൾ തന്നെ അവനൊരു ശുശ്രൂഷകനല്ലേ? അവനെല്ലാം അറിയാമല്ലോ, അല്ലെങ്കിൽ അവൻ നിന്നുകൊള്ളും. യഹോവ ഈരേ എന്നൊന്നും പറഞ്ഞ് പൗലോസ് ശ്ലീഹ തൻ്റെ സ്ഥാനം വെച്ചൊഴിയാനോ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ശ്രമിക്കാതെ താൻ തൻ്റെ നിജപുത്രനാകുന്ന തിമോത്തിയോസിന് താൻ കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്: നീ സുവിശേഷത്തിനൊത്തവണ്ണം ജീവിക്കുക. അതിന് താൻ അവിടെ കൊടുക്കുന്ന ഒരു കീ വേർഡ് ഇതാണ്: നിന്റെ കൃപാവരങ്ങളെ
ജ്വലിപ്പിക്കുക. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം അതാകുന്നുവല്ലോ, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. എന്താണ് കൃപ? കർത്താവായ യേശുക്രിസ്തു മാനവ രാശിക്ക് വേണ്ടി ചെയ്തത് എല്ലാം തന്നെ അവന്റെ കൃപയാണ്. സ്വർഗസ്ഥനായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യന് വന്ന് ഭവിച്ച നാശത്തോട് അവന് തോന്നിയ അലിവാണ് ദൈവത്തിന്റെ കൃപ. സ്വർഗീയ പിതാവും നമ്മുടെ രക്ഷിതാവുമാകുന്ന ദൈവം തന്റെ സൃഷ്ടിക്ക് സംഭവിച്ചു പോയ ക്ഷയത്തെക്കുറിച്ച്, അക്ഷയനായിരുന്ന മനുഷ്യൻ എന്നാൽ അവൻ ക്ഷയമുള്ള ഒരവസ്ഥയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട ആ ഒരു അയ്യോഭാവത്തിന്റെ ഒരവസ്ഥയിലേക്ക് സ്വർഗം നോക്കിയപ്പോൾ അവന് മനുഷ്യനെ വീണ്ടും ഏത് നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നിയോ അതാണ് ദൈവത്തിന്റെ കൃപ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇപ്പോഴും ഭൂമിയിലേക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ ഭക്തനിലേക്കും സ്വർഗത്തിൽ നിന്നും ഒരു തടസ്സങ്ങളുമില്ലാതെ വന്ന് പതിക്കുന്ന കണ്ണുകൾ ഇന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ധൈര്യത്തോടെ തന്നെ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ഓരോ ക്ഷയിക്കപ്പെടുന്ന അവസ്ഥകളെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. സ്വർഗത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനിലേക്ക് നോക്കിയപ്പോൾ അവൻ എഴുന്നേൽക്കണമെന്ന് സ്വർഗത്തിന് തോന്നിയ ഇഷ്ടമാണ് ആ ദൈവത്തിന്റെ കൃപ. ആ ഇഷ്ടവും ആ കൃപയുമാണ് വരങ്ങളായി അവൻ മനുഷ്യനിലേക്ക് വീണ്ടും പകർന്നത്. തന്റെ പുത്രന്റെ ആത്മാവിലൂടെ, പുത്രന്റെ രക്തത്തിലൂടെ, പുത്രന്റെ നാമത്തിലൂടെ, പുത്രന്റെ ഇഷ്ടത്തിലൂടെ, പുത്രന്റെ പ്രാർത്ഥനയിലൂടെ, പുത്രന്റെ തിരഞ്ഞെടുപ്പിലൂടെ ഓരോ മനുഷ്യനും തന്റെ കൃപാവരങ്ങളാൽ പുഷ്ടിവെച്ച് പുറത്തു വരണമെന്ന് സ്വർഗം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ക്ഷയിച്ചുപോയ ഏതൊക്കെയോ മനുഷ്യനെ നോക്കി വിശ്വാസത്തിൽ ക്ഷയിച്ചുപോയി, പ്രാർത്ഥനയിൽ ക്ഷയിച്ചുപോയി, പ്രത്യാശയിൽ ക്ഷയിച്ചുപോയി, ജീവിതത്തിൽ ക്ഷയിച്ചുപോയി, ഓർമ്മയിൽ ക്ഷയിച്ചുപോയി, ആരോഗ്യത്തിൽ ക്ഷയിച്ചുപോയി, ആശ്വാസത്തിൽ ക്ഷയിച്ചുപോയി, ബന്ധങ്ങളിൽ ക്ഷയിച്ചുപോയി, സമ്പത്തിൽ ക്ഷയിച്ചുപോയി, വരുമാനത്തിൽ ക്ഷയിച്ചുപോയി, ഏതൊരവസ്ഥയിലെങ്കിലും നിങ്ങൾ ക്ഷയിച്ചുപോയ നിലയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് നിന്നോട് തോന്നുന്ന ഒരു അലിവാണ് ദൈവത്തിന്റെ കൃപ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ ഭൂമിയിൽ നിന്ന് ആരും തയ്യാറല്ലാതിരുന്നപ്പോൾ, അല്ല, ഭൂമിയിൽ ആരും ഇല്ലാതിരുന്നപ്പോൾ വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയാത്ത സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലത്തെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് സാത്താൻ പ്രതീക്ഷിക്കാതെ ഒരു കരം ഭൂമിയിലേക്ക് നീണ്ടു. വീണു പോയവനെ എഴുന്നേൽപ്പിക്കാൻ സാത്താൻ പ്രതീക്ഷിക്കാത്ത ഒരു കരം സ്വർഗത്തിൽ നിന്ന് നീണ്ടു. ഇന്ന് ഈ സമയവും ഞാൻ ആത്മനിറവിൽ ഈ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പ്രതീക്ഷിക്കാത്ത ഒരു കരം, നിന്നെ വീഴ്ത്തിയ പ്രതിസന്ധി പ്രതീക്ഷിക്കാത്ത ഒരു കരം, നിന്നെ കരയിച്ച അവസ്ഥകൾ പ്രതീക്ഷിക്കാത്ത ഒരു കരം, നിങ്ങളെ നഷ്ടത്തിലേക്കും ദോഷത്തിലേക്കും തള്ളിവിട്ട ശത്രു പ്രതീക്ഷിക്കാത്ത ഒരു കരം ഇന്നും നിന്നെ ജ്വലിപ്പിക്കാൻ, ഓ മൈ ഗാഡ്, ഇന്നും നിന്നെ ജ്വലിപ്പിക്കാൻ ഇത് ഞാൻ ആത്മനിറവിൽ പ്രവചിക്കുകയാണ്. വിശ്വാസത്തിൽ ക്ഷയിച്ചുപോയവരോട് ഞാൻ പ്രവചിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ വീണുപോയ ചിലരോട് ഞാൻ പ്രവചിക്കുന്നു. കമോൺ, പ്രാർത്ഥനയിൽ ക്ഷയം സംഭവിച്ച ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു കരം നിന്നെ ബലപ്പെടുത്താൻ മാത്രമല്ല, നിന്റെ ശിരസിന്മേൽ കരം വെച്ച് നിന്നെ ജ്വലിപ്പിക്കാൻ. ഇത് ഇതിനകത്ത് ആരേലും ഉണ്ടെങ്കിൽ, ഈ സാന്നിധ്യം സ്വീകരിക്കാൻ തോന്നുന്നെങ്കിൽ, ഈ ശബ്ദം നിന്നെ തൊടുന്നെങ്കിൽ, ഇന്നൊരു കരം നീളുന്നത് എനിക്കറിയാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൂത് സ്വീകരിക്കുകയാണ്. ഇവിടെ ഒന്നും പ്രീ പ്ലാൻഡ് ആയിട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് തരുന്നതാണ് ഈ ആത്മീയ സന്ദേശം. ഓ മൈ ഗാഡ്, ഞാൻ ഈ ദൂത് സ്വീകരിക്കുന്നു, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. ആമേൻ. നിങ്ങൾക്കും ആ വാക്ക് പറഞ്ഞ് സ്വീകരിക്കാം. ഈ ഭൂമിയിൽ ആരും നിന്നെ ജ്വലിപ്പിക്കാനില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ആരും നിന്നെ ബലപ്പെടുത്താനില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ആരും നിന്നെ ആത്മീയമായി വളർത്താനില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ആരും നിന്നെ ഒരു പ്രചോദനം നൽകി ആമേൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനില്ലെങ്കിൽ, അപ്രതീക്ഷിതമായി ഒരു കരം
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ജീസസ് ക്രൈസ്റ്റ്. ഈ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൈ ചിലരെ നീട്ടി തൊടുന്നത് എനിക്ക് കാണാം. എനിക്ക് കാണാം ഇന്ന് ചിലർ ആത്മശക്തിയിൽ നിറയുന്നത്, ചിലർ കൃപാവരങ്ങളിൽ ജ്വലിക്കുന്നത്, ചിലർ ദൈവത്തിനു വേണ്ടി വീണ്ടും സടകുടഞ്ഞെഴി നിൽക്കുന്നത്. Come on, Ribada Shamtaraba Hantala Ream Talgamana Kadaga Shamtuni. Yes, നിന്നെ കെട്ടി ഒതുക്കി കളഞ്ഞ ലെവലിൽ നിന്ന് നീ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച. ഹോളി സ്പിരിറ്റ് തീ പോലെ ഈ ശബ്ദം ചിലരുടെ മേൽ വീണോണ്ടിരിക്കുക. തീ പോലെ ഈ ശബ്ദം ചിലരുടെ മേൽ വീണോണ്ടിരിക്കുക. തീ പോലെ. ഞാനിത് പറയുമ്പോൾ തന്നെ പൈശാചിക ശക്തികൾ പോലും ഇളകി മാറാൻ സാധ്യതയുണ്ട്. പൈശാചിക ശക്തികൾ പോലും ഇന്ന് ഇരിപ്പാൻ കഴിയാത്തവണ്ണം ഇളകി മാറാൻ സാധ്യതയുണ്ട്. ഇത് വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. ഇത് വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തല. നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. ദാറ്റ്സ് മൈ പാർട്ട്. നീ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. ജ്വലിപ്പിക്കേണ്ടത് അവനവന്റെ ധർമ്മമാണ്. പകർന്നിരിക്കുന്നതിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തിക്ക് ജ്വലിപ്പിക്കുന്നതിനെ കുറിച്ച് ഓർമ്മ കാണണമെന്നില്ല. ഇവിടെ ജ്വലിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഗ്രീക്ക് വേർഡിൽ അനാസോപുരേൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനാസോപുരേൻ എന്ന ഗ്രീക്ക് പദത്തിന് അഗ്നി ജ്വലിപ്പിക്കുക, വീണ്ടും ജ്വലിപ്പിക്കുക എന്നാണ് അതിന്റെ മലയാള വിവർത്തനം. അഗ്നി ജ്വലിപ്പിക്കുക എന്നതാണ് അനാസോപുരേൻ എന്ന വാക്കിന്റെ അർത്ഥമെങ്കിൽ എന്നിൽ ദൈവം ഇട്ടിരിക്കുന്നത് ഒരു അഗ്നിയല്ലേ. തീ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ സ്ത്രീകൾ തീ കത്തിക്കാറുണ്ട്, പുരുഷന്മാർ ചിലർ കത്തിക്കാറുണ്ട്, ചിലർ കത്തിക്കുന്നത് കാണാറുണ്ട്. ആദ്യം അരി തിളയ്ക്കാൻ വേണ്ടി വെച്ച ഒരു കഷ്ണം വിറകയിലായിരിക്കുമോ ആ ചോറ് വെക്കുന്നതും കൂട്ടാൻ വെക്കുന്നതെല്ലാം? അല്ല. ഇന്ന് പിന്നെ അടുപ്പ് ഇച്ചിരി കുറവാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഇന്നും പുതിയ വീട് വെക്കുന്നവർ ഒരു ഭാഗത്തേക്ക് മാറി അമ്മമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ അടുപ്പേ കൈ കിണങ്ങത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് അവർ അടുപ്പും കൂടെ അവർ കൂട്ടാറുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ വീടുകളിൽ അടുപ്പ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താ ചെയ്യുക? ആദ്യം കത്തിച്ച തീയിൽ എല്ലാം ആയിക്കോണോ എന്ന് പറഞ്ഞ് നിങ്ങൾ കൽപ്പിക്കുവോ? ഇല്ല. ചോറായി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചിലപ്പം കറി വെക്കാനുള്ള വിറക്, തീ പിടിക്കാനുള്ള വിറക് അതിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അമ്മമാര്? വീണ്ടും രണ്ടാമതും ഒരു വിറക് കത്തത്തക്ക നിലയിൽ കയറ്റി വെച്ചു കൊടുക്കും. അങ്ങനെ വെച്ച് ആ തീയെ ജ്വലിപ്പിക്കും. ഞാൻ രാവിലെ ഇട്ടതാ, വൈകുന്നേരം വരെ കത്തിക്കോണോന്ന് പറഞ്ഞാൽ നടക്കൂല. പ്രൈസ് ടു ജീസസ്. കുഞ്ഞെ, ഈ വിറക് കത്തി അങ്ങ് തീരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ജ്വലിപ്പിക്കുന്ന തീയും. വീണ്ടും വീണ്ടും ഇന്ധനം ഇട്ട് കൊടുക്കണമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അഗ്നി ജ്വലിപ്പിക്കുക. നമ്മൾ പൗലോസ്ലീഹ അത് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. വീണ്ടും കുറെ വിറക് പെറുക്കി പൗലോസ് മെലീറ്റേറ്റ് ചെന്നപ്പോ വീണ്ടും കുറെ വിറക് പെറുക്കി തീയെ കൂട്ടാൻ വേണ്ടി, തീ കായാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി വിറക് പെറുക്കി ഇട്ട ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ തീ കൂടണമെങ്കിൽ, അഗ്നി ജ്വലിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നീ ഇന്ധനം ഇട്ട് കൊടുക്കണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി അവർ ഇന്ധനം ഇടുന്നുണ്ട്, എനിക്ക് വേണ്ടി അവരുപവസിച്ച് ഇന്ധനം ഇടുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ജ്വലിക്കണമെങ്കിൽ നീ കത്തിക്കണം. നിനക്ക് കത്തിക്കാനുള്ള ഇന്ധനമാണ് വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഈ തന്നിരിക്കുന്നത് ആർ മുഖേനയാണെന്നാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. എന്താ അത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണമത്രേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണമത്രേ.
ദൈവം തന്നിരിക്കുന്ന കൃപകൾ ജ്വലിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഈ കൃപകൾ ജ്വലിപ്പിക്കുന്നത്? ഞാൻ എന്തോ ആണെന്ന് കാണിക്കാനാണോ? അല്ല. ഞാൻ ഭയങ്കര വിശുദ്ധനാണെന്ന് പറയാനാണോ? അല്ല. പ്രധാനമായും കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ട്, താഴെ നീ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, നീ കുറെ പേർക്ക് നീ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് എനിക്ക് ഇന്ന ശുശ്രൂഷ കർത്താവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ സഭയ്ക്കൊക്കെ താളെ കയറ്റണം. ഇങ്ങനൊന്നും അല്ല പൗലോസ് സ്വന്തം മകനോട്, അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയാൽ പുറത്തു വന്ന തൻ്റെ ശിഷ്യനോട് ആവശ്യപ്പെട്ടത് വേറൊരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. എന്നാന്നറിയാമോ? നമ്മളിതൊക്കെ പറയും, രോഗി സൗഖ്യമാവോ, ഭൂതം പുറത്തു പോകുവോ, കടഭാരം തീരുമോ, കൊച്ചിന്റെ കല്യാണം നടക്കുവോ? ഇതൊന്നുമല്ല പൗലോസ് അവിടെ ആവശ്യപ്പെട്ടത്. നീ ശുശ്രൂഷകനായി ഇരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ കൃപയുണ്ട്, വരമുണ്ട്. ആയുഷ്കാലം അത് വെച്ച് കഴിച്ചോണമെന്നല്ല, നീ ജ്വലിപ്പിക്കണം. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ജ്വലിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്? ഇവര് രണ്ടടുത്തിരുന്നാണ് ഇവർ ലേഖനം എഴുതുന്നത്. ഒരാൾ എഫെസോസിൽ ഇരുന്ന ഈ ലേഖനം എഴുതുന്നത്. എഫെസോസിൽ ഇരുന്ന് ഈ ലേഖനം എഴുതുന്ന സമയത്ത് എന്തിനീ ഓർമ്മപ്പെടുത്തൽ തന്റെ ലേഖനത്തിൽ കൂടെ നടത്തുന്നു? താഴേക്ക് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് വർദ്ധിപ്പിക്കാനാണ്, എന്തിനാണ് നമുക്കൊന്ന് നോക്കാം. താഴേക്ക് വായിക്കുമ്പോൾ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ നമ്പർ 1, കൃപാവരം നിന്റെ മേൽ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ, സുഹൃത്തെ, നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. കൃപാവരം ജ്വലിക്കുമ്പോൾ അന്യഭാഷ കൂടും, അന്യഭാഷ കൂടുമ്പോൾ ഭൂതം പേടിക്കും, അത് കഴിയുമ്പോൾ പിന്നെ ഭൂതങ്ങളെ നമുക്ക് പുറത്താക്കാൻ പറ്റും, അത് കഴിയുമ്പോൾ പിന്നെ രോഗി സൗഖ്യം, അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചവനെ ഉയർപ്പിക്കും. യെസ്, എക്സാക്ട്ലി. കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സുഹൃത്തെ, നീ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ നിന്റെ ഉള്ളത്തിൽ ആഗ്രഹം കിടക്കുമ്പോഴും നീ ഭയപ്പെട്ടു പോകുന്നു ചിലരുടെ മുമ്പിൽ. ഹല്ലേലൂയ. വോയിസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഭയപ്പെട്ടു പോകുന്നു ചിലരുടെ മുമ്പിൽ. ഇത്രയും കൃപാവരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചൂളിപ്പോകുന്നു ചിലതിന്റെ മുമ്പിൽ. പൈശാചിക സാമ്രാജ്യങ്ങൾ ഒരു ടീമായിട്ട് വരുമ്പോ ഈ കൃപയും വരവും ചുമന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ചീര വാടുന്ന പോലെ വാടിപ്പോകുന്നു ചില സമയങ്ങളിൽ. മാനസികമായി ഞാൻ തളരുന്നു, ശാരീരികമായി തളരുന്നു, ആത്മീയമായി ഞാൻ ശോഷിക്കുന്നു. എല്ലാ നിലയിലും ഞാൻ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ ഹവർ ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ഹയർ ലെവലിൽ നിന്ന ഞാൻ പെട്ടെന്ന് ശത്രു ഒരുമിച്ച് അങ്ങ് പരാജയപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ, ഈ ഒരുവൻ പോയി 7 കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരുത്തൻ പോയി 7 തന്നെക്കാൾ ശക്തിയേറിയ വേറെ 7 കൊണ്ടുവന്നു. ആ മനുഷ്യന്റെ അവസ്ഥ പിന്നെ നോക്കുമ്പോൾ ആദ്യം ഉള്ളതിനേക്കാൾ വളരെ ദയനീയമായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ പറയുന്ന പോലെ ഇവൻ പോയി വേറെ 7 കൂടെ കൊണ്ടുവന്ന് ഡ എന്നൊന്ന് വിളിച്ചാ തീരാനേ ഉള്ളോ ഒരാത്മീയന്റെ ജീവിതം? തിമോത്തിയോസിന് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് തിമോത്തിയോസിന് മാത്രമല്ല, ഇത് ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കാൻ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ശത്രു ഈ നിലകളിലാക്കി തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താൻ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ലേഖനം എഴുതുന്നത്. ഓർമ്മപ്പെടുത്തലാണിത്. ഇത് വളരെ തീക്ഷ്ണ 100 നിൽക്കുന്ന ആത്മീയരോടാണ് ഞാൻ ഈ സന്ദേശം കൈമാറുന്നത്. 100 ഒരു പോയിന്റ് പോലും കുറവില്ലാത്ത, പ്രാർത്ഥനയിൽ വിട്ടുവീഴ്ചയില്ലാത്ത, ഉപവാസത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, വിശുദ്ധിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത, അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, പിണക്കമില്ലാത്ത, കള്ളമില്ലാത്ത, പൊള്ളത്തരമില്ലാത്ത, വ്യാജമില്ലാത്ത ആത്മീയരെ നോക്കിയാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. 100 നിൽക്കുന്നവനെ ഒന്നുമല്ലാത്തവനാക്കി തീർക്കാൻ സാത്താൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വളരെ സ്ഥിരതയുള്ളവരോടാണ് ഞാൻ ഈ സന്ദേശം കൈമാറുന്നത്. നമുക്ക് ഈ സന്ദേശം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ നിൽക്കുന്നു എന്ന് പറവാൻ എനിക്ക് കഴിയത്തില്ല, ഞാൻ നിൽക്കുന്നതല്ല, എന്നെ നിർത്തുന്നതാണ്. അതാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിച്ചേ.
ഒരോർമ്മപ്പെടുത്തുക. നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. എന്തിനാണ്? ഭീരുത്വത്തിന്റെ ആത്മാവ് നിന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഒത്തിരി പേരെ, ആണും പെണ്ണുമായിട്ട് എനിക്കറിയാം, ചില അവസ്ഥകളിൽ ഭയത്തിന്റെ അവസ്ഥ കൊണ്ട് അവർ പിന്നെ ആകെ ചുരുണ്ടുപോകുന്ന, അട്ട ചുരുളുന്ന പോലെ ചുരുണ്ടുപോകുന്ന അവസ്ഥ. ഗ്ലോറി ടു ജീസസ്. ഒരുപാട് പേര് പിന്നെ അവർ മൊത്തത്തിൽ അതിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി. സാത്താന്റെ തന്ത്രമാണത്. നിന്നെ ഒഴിച്ചു മാറ്റാൻ, നിന്നെ ആ അവസ്ഥയിൽ നിന്ന് അങ്ങ് പിഴുതെടുക്കാൻ, ദൈവത്തിന്റെ പാർട്ടിൽ നിന്ന് നിന്നെ അങ്ങ് അടർത്തി മാറ്റിക്കൊണ്ടു പോകാനുള്ള സൈറ്റാനിക് ട്രാപ്പാണത്. മെല്ലെ 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 നിന്നെ അങ്ങ് കാറ്റ് കൊണ്ടുപോകുന്ന പോലെ ഹല്ലേലൂയ ഉള്ളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഈ കടലിൽ നമ്മൾ ഒരു ബോട്ടിലോ മറ്റോ എറിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആദ്യം ഒന്നും അത് ഉള്ളിലേക്കൊന്നും എടുക്കത്തില്ല. ചിലതിനെ കൊണ്ട് കരയെ തള്ളും, അതും ഉണ്ട്. പക്ഷെ ചിലതിനെ നമ്മൾ നോക്കി നിൽക്കാൻ നമ്മളെ കളിപ്പിക്കുക. ആ ബോട്ടിലിനെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ ഒരു വലിയ തിര വന്നിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. ഇത് ആദ്യത്തേതിനേക്കാൾ പുറകിലോട്ട് കൊണ്ടുപോകും, പിന്നെയും മുന്നോട്ട് കൊണ്ടുവരുന്ന പോലെ കാണിക്കും, പിന്നെയും തിര വന്ന് വീണ്ടും കുറെ കൂടെ പുറകിലോട്ട് കൊണ്ടുപോകും. പിന്നെ ആകുമ്പോൾ ഈ ബോട്ടിലിനെ കാണത്തില്ല. നമ്മൾ അവിടെയൊക്കെ നോക്കും, കാണത്തില്ല. ഹല്ലേലൂയ, കാണത്തില്ല. ഇതാണ് ട്രാപ്പ്. നമുക്ക് തോന്നും മുഖ്യധാരയിലുണ്ട്, പിന്നെ തോന്നും ഇല്ലേ, പിന്നെയും ചിന്തിക്കും അല്ല ആളുണ്ട്, പിന്നെയും തോന്നും ആള് പോകുമോ, പിന്നെയും തോന്നും ഇല്ല. ഇങ്ങനെ കാട്ടി ഈ ഒരു തിരകളിയാണ് സാത്താൻ. തിരകളിയും തിരശീലയുടെ പിന്നിൽ നിന്നുള്ള കളിയുമാണ് സാത്താൻ. നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. ഇതുപോലുള്ള തിരമാലകൾ നിന്നെ കരയിൽ നിന്ന് പറിച്ചെടുത്ത് ഉൾക്കടലിൽ കൊണ്ട് താഴ്ത്തിക്കളയാതിരിക്കണമെങ്കിൽ തിമോത്തിയോസേ, നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. സ്തോത്രം. നിന്റെ മേൽ കിടക്കുന്ന കൃപാവരം മറ്റൊരു വ്യക്തിയുടെ മേലുള്ള ഭൂതത്തെ അഴിക്കാൻ മാത്രമല്ല നീ ജ്വലിപ്പിക്കേണ്ടത്. നിന്റെ മേലുള്ള കൃപാവരത്താൽ നിന്നെ ഭൂതം വിഴുങ്ങാതിരിക്കാനും കൂടെ തിമോത്തിയോസേ, നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. പ്രൈസ് ടു ജീസസ്. ഈ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കൃപാവരം ജ്വലിപ്പിക്കുന്നു. പക്ഷേ സാത്താൻ നമ്മളെ വിഴുങ്ങുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അവരെ കൃപയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവരിതിനെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ സാത്താൻ അവരെ ഇതുപോലെ തന്നെ ആദ്യം മുന്നോട്ടടിക്കും, പിന്നെ പിന്നോട്ടടിക്കും, പിന്നെ മുന്നോട്ടടിക്കും, പിന്നെ ഒരൊറ്റ വലിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകും, ആർക്കും കൈനീട്ടി പിടിക്കാൻ കഴിയാത്ത നിലയിൽ. സഹോദര, അങ്ങനെ നീ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീട്ടിയ ഒരു കരം, അപ്രതീക്ഷിതമായി നീ പോലും അറിയാതെ നിന്നെ ഉൾക്കടലിലേക്ക്, ഉൾച്ചുഴിയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, ഇനി ആരും സഹായത്തിനില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ, അപ്രതീക്ഷിതമായി നിങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ടുപോയ ആ സാഹചര്യങ്ങൾക്കോ സാത്താനോ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ, അവരെ അമ്പരപ്പിക്കുന്ന നിലയിൽ അപ്രതീക്ഷിതമായ ഒരു കരം നിന്നെ പിടിപ്പാൻ ഇന്ന് നീളുകയാണ്. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറയട്ടെ. പ്രൈസ് ടു ജീസസ്. അപ്പൊ തിമോത്തിയോസേ, നിനക്ക് മറ്റുള്ളവരുടെ മേലുള്ള ഭൂതത്തെ അഴിക്കാനുള്ള കൃപാവര ജ്വലനം മാത്രമല്ല, നീ ഭീരു ആയി പോകാതിരിക്കാനും നിന്റെ കൃപാവരം ജ്വലിക്കണം. താഴേക്ക് വീണ്ടും പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അടുത്ത കൃപ എന്താണെന്ന് ചോദിച്ചാൽ, ഇതാണ് ദൈവത്തിന്റെ കൃപ, സുബോധത്തിന്റെ ആത്മാവിനെ തരാൻ. അവന് തോന്നിയതാണ് അവന്റെ കൃപ. ശക്തിയുടെ ആത്മാവിനെ തരാൻ അവന് തോന്നിയതാണ് അവന്റെ കൃപ. എന്റെ കടഭാരം തീർക്കാൻ ഇതുവരെ ദൈവത്തിന് കൃപ തോന്നിയില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. എന്റെ വീട് പണി ഇതുവരെ പൂർത്തിയായില്ല, അത് തീർത്തു തരാൻ അവന് കൃപ തോന്നിയില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. എന്റെ മക്കൾക്ക് ഇതുവരെ എല്ലാമായി, പക്ഷേ പുറത്തേക്ക് പോകാനുള്ള വാതിൽ തുറന്നില്ല, ദൈവത്തിന് ഇതുവരെ സമയമായില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. കുഞ്ഞിതുവരെ വെളിയിൽ ഇറങ്ങിയില്ല, അവക്കൊരു തക്ക തുണ ഇതുവരെ കൊണ്ടുവരാൻ ദൈവത്തിന് ഇതുവരെ എന്റെ പ്രാർത്ഥന കേൾക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ.
തിമോത്തിയോസേ, നീ നിന്റെ മേൽ ഇട്ടതിനെ കുറിച്ച് നീ ആദ്യം ചിന്തിക്കുക. നിന്റെ മേൽ ദൈവം നിക്ഷേപിച്ചതിനെ കുറിച്ച്. കാരണം എന്താ, ദൈവം അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ അങ്ങനെയുള്ള കാര്യം. ബാക്കിയെല്ലാം ദൈവം പോട്ടെ, വരട്ടെ, നോക്കട്ടെ, ഒന്ന് ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്നൊക്കെ കർത്താവ് ചിന്തിക്കും. പക്ഷേ ഇവിടെ ഈ കൃപ എനിക്ക് വരാൻ കാരണമായത് പുത്രൻ മുഖാന്തരമാണ്. അത് ദൈവം വളരെ സീരിയസ് ആയിട്ട് ആ കാര്യം ചെയ്യത്തുള്ളൂ, നോക്കത്തുള്ളൂ. അവിടെ ദൈവം ഡീവിയേഷൻസ് എടുക്കത്തില്ല, വിട്ടുവീഴ്ച ഒന്നും ചെയ്യത്തില്ല. ആ കാര്യത്തിൽ കണ്ണടയ്ക്കത്തില്ല, കണ്ടില്ലെന്നടിക്കത്തില്ല, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ നോക്കത്തില്ല. കാരണം പുത്രന്റെ നിർണയപ്രകാരം, പുത്രന്റെ നാമത്തിൽ, പുത്രന്റെ രക്തത്താൽ എനിക്ക് ലഭിച്ചതും കൂടെയാണ് ഈ കൃപാവരം. നിങ്ങൾ ബോധ്യവാന്മാരാകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൃപയാണ് ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് വളരെ ഓർമ്മപ്പെടുത്തലായിട്ടും കർക്കശമായിട്ടും ആവശ്യപ്പെടുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ദൈവം തന്നതിനെ കുറിച്ച് അവബോധമുള്ളവനും ദൈവം തന്നതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് കൃപാവരം ഒരു വ്യക്തിയിൽ ജ്വലിക്കണം എന്നുണ്ടെങ്കിൽ നാം ദൈവം തന്നത് എന്താണ് എന്ന് നാം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം തന്നു. ദൈവം എനിക്ക് തന്നതെന്ത് എന്നറിഞ്ഞാൽ മാത്രമാണ് പിന്നെ നാം ദൈവത്തോട് തരണം എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കാര്യങ്ങളെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ആമേൻ. അതൊരു വലിയ വെളിപ്പാടാണ്. എനിക്ക് കർത്താവ് തൻ്റെ കൃപയാൽ, സ്നേഹത്താൽ തന്നിട്ടുള്ളത് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കാത്ത പക്ഷം, എനിക്ക് ദൈവം തന്നിട്ടുള്ളത്, എന്നെ ദൈവം വിളിച്ചിട്ടുള്ളത്, എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യവും ഇല്ലാത്തിടത്തോളം കാലം ഞാൻ ആ കാര്യത്തിൽ ബോധവാനും ശ്രദ്ധാലുവുമായി തീരുന്നുവോ, ശേഷമേ ദൈവം എനിക്ക് തരണം എന്ന് ചോദിക്കുന്ന മറ്റ് കാര്യങ്ങളെ ദൈവം വേഗത്തിൽ റിലീസ് ചെയ്യുകയുള്ളൂ. ഇന്ന് തന്ന ആ ദൈവകൃപയെ, തന്ന കൃപാവരങ്ങളെ, തന്ന ശുശ്രൂഷയെ, തന്ന പ്ലാറ്റ്ഫോമുകളെ, തന്ന താലന്തുകളെ നമുക്ക് വിശ്വസ്തയോടുകൂടെ ജ്വലിപ്പിക്കാം. ശിഷ്യന്മാരെ അമേൻ 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 തൻ്റെ വേലക്കാരെ ഏൽപ്പിച്ചിട്ട് പോയ യജമാനൻ തിരികെ വന്ന് ഫലം ചോദിച്ചപ്പോൾ ഒരുവൻ കുഴിച്ചിട്ടു, ഒരുവൻ വ്യാപാരം ചെയ്തു, ഒരുവൻ ഒന്നിനോടൊന്ന് നേടി, ഒരുവൻ അത് അങ്ങനെ തന്നെ ഒന്നും ചെയ്യാതെ വെച്ചിരുന്നു എന്ന് കണ്ടപ്പോൾ ആമേൻ യജമാനൻ തൻ്റെ ദാസനെ ശാസിച്ചതുപോലെ അങ്ങനെ ശാസിക്കേണ്ട ഒരിട വരാതെ വണ്ണം ദൈവം ഏൽപ്പിച്ച എന്താണോ അതിനകത്ത് വിശ്വസ്തയോടെ, അതിനകത്ത് പ്രാഗൽഭ്യത്തോടെ അതിനെ ജ്വലിപ്പിക്കുന്ന ദാസീദാസന്മാരായി ഇന്ന് നമുക്ക് മാറാം. അതിന് തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകട്ടെ. താഴേക്ക് ഞാൻ വായിക്കുന്നു, നോക്കുക. അതുകൊണ്ട് നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. ലജ്ജ ഒരു വ്യക്തിയുടെ, ദൈവത്തെ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ നോക്കി അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ നമുക്കും ആ ദൈവത്തെ വിളിക്കാമെന്നും, എന്നാൽ അവരുടെ ജീവിതം താഴേക്ക് പോകുന്നു, അവർ കഷ്ടത അനുഭവിക്കുന്നു, അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവർ ഞെരുങ്ങുന്നു, അവരെ ഞെക്കുന്നു, അവർക്ക് പൈശാചിക പീഡകളുണ്ട്, അവർക്ക് രോഗമുണ്ട്, അവർ മർദ്ദിക്കപ്പെടുന്നു എന്നത് കണ്ട് ആ ദൈവം ജീവനില്ലാത്തവൻ, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോയാൽ നമുക്കും പോരാട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് തിമോത്തിയോസേ നീ പിന്മാറിപ്പോകരുതെങ്കിൽ, അവർ വിളിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരെ ഈ അവസ്ഥയിൽ നിന്ന് ജയിപ്പിക്കുന്നില്ല, അവരെ എഴുന്നേൽപ്പിക്കുന്നില്ല എന്ന മുൻവിധി ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സാത്താൻ കൊണ്ട് വിതയ്ക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ് തിമോത്തിയോസിന് പൗലോസ് ഓർമ്മപ്പെടുത്തൽ നൽകുന്നത്. നീ
എൻ്റെ അവസ്ഥ നോക്കി ലജ്ജിക്കാതെ. സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പൗലോസ്ലീഹ ഒത്തിരി മർദ്ദനങ്ങൾക്കും ഒത്തിരി കുത്തുവാക്കുകൾക്കും സാത്താന്റെ കുത്തിനു വരെ താൻ വിധേയപ്പെട്ടു എന്ന അപ്പോസ്തല പ്രവൃത്തികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതൊക്കെ വിവരിക്കുമ്പോൾ, തിമോത്തിയോസിന് താൻ നൽകുന്ന ഉപദേശം ഇതാണ്: തിമോത്തിയോസേ, നീ എന്നെ ഓർത്ത് ലജ്ജിക്കാതെ. എന്താടാ, നിന്റെ മമ്മി ദൈവത്തെ വിളിച്ചിട്ട് നിന്റെ ജീവിതം ഇങ്ങനെ, എന്താടാ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇതുവരെ പ്രവർത്തിക്കാത്തെ? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവം നിങ്ങളെ കാണുന്നില്ലേ? അതോ നിങ്ങളുടെ ദൈവത്തിന് ഇപ്പൊ കാഴ്ച ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ലജ്ജിപ്പിക്കുന്ന, പരിഹസിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ദൈവാത്മാവ് സഭയെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ആ വാക്കിൽ ലജ്ജിക്കരുത്. നിങ്ങൾ ആ വാക്കിൽ ലജ്ജിക്കരുത്. നിങ്ങൾ ആ വാക്കിൽ നിങ്ങൾ വശംവദരാകരുത്. നിങ്ങൾ ആ വാക്കിൽ ദൈവത്തെ അവിശ്വസിക്കരുത്. തിരുവെഴുത്ത് വളരെ വ്യക്തതയോടെ തന്നെ പറയുകയാണ്, ഒരു ലജ്ജിക്കുന്ന ഒരു ചിന്തയ്ക്കകത്ത്, ലജ്ജാകരമായ ഒരു തോട്ടിനകത്ത്, ഒരു ലജ്ജിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയ്ക്കകത്ത് നീ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നീ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു ലജ്ജിപ്പിക്കുന്ന വാക്കിനകത്ത് നീ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിമോത്തിയോസേ, നീ എന്നെ ഓർത്ത് ലജ്ജിക്കാതെ, എന്നെ ഓർത്ത് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കഷ്ടത്തിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കഷ്ടമുണ്ട് ദൈവമക്കളെ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമുക്ക് പലവിധമായ ഇതുണ്ട്. ഇതൊന്നും അങ്ങനെ ആരും പ്രസംഗിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം കഷ്ടമുണ്ടെന്ന് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇഷ്ടമല്ലാത്തവരുടെ ജീവിതത്തിൽ ഈ കഷ്ടമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്രസംഗിക്കുന്നതോ ഇത് പഠിപ്പിക്കുന്നതോ ഇത് പറയുന്നതോ ഒരുപക്ഷെ കുറവായിരിക്കാം ആൾക്കാർ. എല്ലാം ഭയങ്കര പ്രോസ്പെരിറ്റിയും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വലുത് ചിന്തിക്കണം എന്നതിനെക്കുറിച്ചും ഒക്കെ മാത്രം പഠിപ്പിക്കുകയും ഇതിനെ അങ്ങ് ബോധപൂർവം ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ന് പറയുന്നവരുടെ ജീവിതത്തിലും ഈ തിരുവെഴുത്ത് പറയുന്ന കഷ്ടം വിട്ടുമാറാതെ നിൽക്കുകയാണ്. സുവിശേഷത്തിനൊത്തവണ്ണം നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അതിനൊത്തവണ്ണമുള്ള പോരാട്ടങ്ങളുണ്ട്. ഈ അതിനൊത്തവണ്ണമുള്ള പോരാട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള കൃപാവരങ്ങളും ദൈവാത്മാവ് നൽകിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം പ്രസംഗിച്ചാൽ തിരുവെഴുത്തിൽ ദൈവാത്മാവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കഷ്ടത്തെ ദൈവം മാറ്റിവെക്കുന്നില്ല. കഷ്ടങ്ങളാണ്, പലതരത്തിലുള്ള പരിശോധനകളാണ്, പലതരത്തിലുള്ള വെല്ലുവിളികളാണ്, പലതരത്തിലുള്ള യുദ്ധങ്ങളാണ് പ്രസംഗിക്കുന്ന എന്നെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെയും ഇത്രടം വരെ എത്തിച്ചത്. ഇതൊന്നും ഇല്ലാത്തതല്ല നമ്മുടെ ഒന്നും വളർച്ച. ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ടുള്ളതുമല്ല ഒരു ക്രിസ്ത്യാനിയുടെ വളർച്ച. കർത്താവായ യേശു ക്രിസ്തു ഇത്രത്തോളം വീര്യം ഉള്ള വ്യക്തിത്വമായി ഒരു തീർന്നത് തൻ്റെ ലൈഫിന് നേരെ ആഞ്ഞടിച്ച പോരാട്ടങ്ങളായിരുന്നു. അതിനൊത്തവണ്ണം താൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു, അതിനൊത്തവണ്ണം താൻ മുട്ടുമേലിരിക്കാൻ പഠിച്ചു, അതിനൊത്തവണ്ണം താൻ ഉപവസിക്കാൻ പഠിച്ചു, അതിനൊത്തവണ്ണം താൻ വെളിപ്പാട് പ്രാപിച്ചു, അതിനൊത്തവണ്ണം താൻ ശക്തനായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെയും പിൻഗമിക്കാൻ ശത്രുക്കളില്ലായിരുന്നെങ്കിലോ തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു നേരത്തെ പ്രാർത്ഥന കുറഞ്ഞെന്ന് വരാം. എന്നാൽ പരീക്ഷകൾക്കകത്ത് തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് യേശു പഠിച്ചതിന്റെ കാരണം സ്വർഗത്തിൽ നിന്ന് ചുരുള് കൊണ്ടുവന്നിട്ടല്ല, ആത്മാവിന്റെ ആഴങ്ങളിൽ താൻ ഇറങ്ങിയപ്പോൾ ദൈവം വെളിപ്പെടുത്തിയതാ. നിങ്ങളും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അത് യേശു പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ചുരുള് കൊണ്ടുവന്നിട്ടല്ല, ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട. പരീക്ഷയ്ക്കകത്ത് അകപ്പെടുന്നുണ്ടോ? പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണോ? മുന്നിൽ നിൽക്കുന്നതെല്ലാം നിങ്ങളെ പിടിച്ചു തിന്നുന്ന ഒരവസ്ഥയിലാണോ? നിങ്ങൾ മധുരമെന്ന് വിചാരിക്കുന്നതും കൂടെ കയ്പായി മാറുന്ന ഒരു ശാപത്തിന്റെ അവസ്ഥയിലാണോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അതും ഒരു കൃപാവരമാണ് സഹോദര സഹോദരി. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, കൂട്ടായ്മ ആചരിക്കുക, ദൈവശക്തി ഏറ്റെടുക്കുക. അതും ഒരു കൃപാവരമാണ് സഹോദര സഹോദരി. Glory to Jesus. നമ്മൾ ഉദ്ദേശിക്കുന്ന കൃപാവരവും മറ്റുമൊക്കെ സ്റ്റേജിൽ തിളങ്ങുന്നതും ഭയങ്കര രീതിയിൽ പ്രസംഗിക്കുന്നതും
എല്ലാവരും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെയാണ്. ആണ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഈ വാക്കുകൾക്കകത്ത് അങ്ങനെയൊന്നും അല്ല എന്നർത്ഥമില്ല. അതിനുമപ്പുറമായി വരങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങളുടെ നേരെ എങ്ങനെ ഒരു ആത്മാവിന്റെ കണ്ണടഞ്ഞിരിക്കാനായിട്ട് സാധിക്കും? അതാണ് തുറക്കപ്പെടേണ്ടത്. അതല്ലേ തുറക്കപ്പെടേണ്ടത്? അതാണ് തുറക്കപ്പെടേണ്ടത്. അതിനുമപ്പുറമായ ഒരു ആത്മതലമുണ്ട് സഹോദര സഹോദരി. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ നിന്നെ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്ന മാത്രമല്ല, നിന്നെ കാണുമ്പോ സാത്താൻ മുട്ട് മടക്കുന്ന. യേശുവിന്റെ മേൽ കടന്ന കൃപാവരം എന്തായിരുന്നു? എല്ലാ കൃപാവരും യേശുവിനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഗദരദേശത്തെത്തിയപ്പോ സാത്താൻ എന്താ ചെയ്തേ? വന്ന് നേരെ ചെയർ പിടിച്ചിങ്ങോട്ട് മുന്നോട്ടിട്ട് റിക്ലൈനിങ് ചെയറിലിരുന്ന് സാത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങുമായിരുന്നോ ചെയ്തേ? അല്ല. കൃപാവര പൂർണ്ണനാകുന്ന യേശു ക്രിസ്തു മുന്നിൽ വന്ന് നിന്നില്ല. യേശു വരുന്നത് കണ്ടപ്പോ സാത്താൻ ചെന്ന് മുട്ട് മടക്കി. ജീസസ്. പോരാട്ടത്തിന്റെ സ്ഥലത്ത് നീ എഴുന്നേറ്റ് നിൽക്കുമ്പോ നിനക്ക് നേരെ വെല്ലുവിളിക്കുന്ന ശക്തികൾ നിനക്ക് മുമ്പിൽ മുട്ടോ മടക്കുന്നില്ലെങ്കിൽ അവിടെയാണ് കൃപാവരം ജ്വലിക്കപ്പെടേണ്ടത്. അവിടെയാണ് കൃപാവരം ജ്വലിക്കപ്പെടേണ്ടത്. നീ രാവും പകലുമില്ലാതെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഭവനത്തിനകത്ത് ഇപ്പോഴും നിനക്ക് സ്വസ്ഥതയില്ലെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ശത്രു ഇതുവരെ മുട്ടോ മടക്കിയില്ലെങ്കിൽ, അവിടെയാണ് നിന്റെ കൃപാവരം ജ്വലിക്കേണ്ടത്. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അവിടെയാണ് കൃപാവരം ജ്വലിക്കേണ്ടത്. പ്രൈസ് ടു ജീസസ്. ഇതതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നീ എന്നെ ഓർത്ത് ലജ്ജിക്കല്ലേ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ പോരാട്ടം? എനിക്കെന്താ പ്രശ്നങ്ങൾ മാറാത്തെ? എനിക്കെന്താ സ്വതന്ത്രമായിട്ട് സുവിശേഷഘോഷണം നടത്താൻ പറ്റാത്ത? എനിക്കെന്താ ഇത്രത്തോളം ശത്രുക്കൾ? നീ എന്നെ ഓർത്ത് ലജ്ജിക്കല്ലേ തിമോത്തിയോസേ. നിനക്ക് ദൈവം എന്താ തന്നേക്കുന്നേ? നിന്നെ ദൈവം എന്തിനാ വിളിച്ചേക്കുന്നത്? നിന്നെ ദൈവം എവിടെ ഏൽപ്പിച്ചേക്കുന്നത്? നിന്നെ ദൈവം എവിടെയാ നിർത്തിയേക്കുന്നത്? അവിടെ നീ ഭീരുവായി പോകാതിരിക്കാൻ, അവിടെ നീ അശക്തനായി പോകാതിരിക്കാൻ, അവിടെ നീ ലോകമോഹിയായി പോകാതിരിക്കാൻ, അവിടെ നീ അബോധാവസ്ഥയിൽ ജീവിക്കാതിരിക്കാൻ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്ക് തിമോത്തിയോസേ. ഇതാ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ അവരെ ഒന്നും നോക്കണ്ട. കർത്താവ് എന്തിനാ എന്നെ വിളിച്ചേക്കുന്നത്? ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ ഇത്ര ഇതായിട്ട് പ്രസംഗിച്ചിട്ട് പിന്നെ അവരുടെ ജീവിതത്തിൽ എന്നായി പ്രശ്നം? ഇതൊന്നും നമ്മൾ ചെകയാൻ പോണ്ട. ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ണിങ്ങോട്ട് പിൻവലിക്കാമോ? ഇവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ണ് പിൻവലിക്കാമോ? കാത് പിൻവലിക്കാമോ? എന്നിട്ട് ഈ കണ്ണും കാതും ദൈവത്തിന് കൊടുക്കാവോ? അപ്പോഴേ ദൈവത്തെ കാണാൻ പറ്റൂ. അപ്പോഴേ ദൈവശബ്ദം കേൾക്കാൻ പറ്റൂ. അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, അയാൾ എന്ത് പറയുന്നു, ഇയാൾ എന്ത് പറയുന്നു? കാതും കണ്ണും പിൻവലിക്കുക, വേണ്ടാത്തടത്ത് നിന്നൊക്കെ പിൻവലിക്കുക. അപ്പോഴേ ജോലിക്കുള്ളൂ. അപ്പുറത്ത് എത്ര പേരുണ്ട്, ഇപ്പുറത്ത് എത്ര പേരുണ്ട്, അവിടെ കുറച്ചുകൂടെ പവർഫുൾ ആണോ, ഇവിടെ കുറച്ചുകൂടെ പവർഫുൾ ആണോ? ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും തുടങ്ങുമോ? ഇതിനേക്കാൾ കൂടുതൽ പ്രവചിക്കുന്നത് എവിടെയുണ്ട്? ഈ കണ്ണും കാതും ഒക്കെ ഒന്ന് പിൻവലിക്കാവോ? അന്നേരം കൃപാവരം ജ്വലിക്കും. പുള്ളിയെ വിളിച്ച ദൂത് പറയൂ, പ്രവചനം പറയൂ, ആലോചന കേൾക്കാമോ, ഡേറ്റ് പറയുന്നുണ്ടോ, പേര് വിളിക്കുവോ? ഈ കണ്ണും കാതും ഒക്കെ ഒന്ന് പിൻവലിക്കാമോ? അന്നേരം കൃപാവരം ജ്വലിക്കും. ഹല്ലേലൂയ. ജീസസ്. ജ്വലിക്കാത്തതിന്റെ കാരണം വേറെ പലതും നമ്മൾ ഈ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ പലതും നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വേണ്ടുന്ന സാധനം ജ്വലിക്കാതെ വേണ്ടാത്ത സാധനം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഇന്നോവേഷൻസ്, ഇതെല്ലാം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതാ പറയുന്ന തിമോത്തിയോസ് ഓർമ്മപ്പെടുത്തുന്ന എന്തിനാണെന്നറിയാം? ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുന്ന എന്തിനാണെന്നറിയാമോ? നീ മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ മറവിക്ക് സ്ഥാനമില്ല. ആമേൻ. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. അവൻ നമ്മെ രക്ഷിക്കുകയും, അതൊരു സത്യമാട്ടോ, അവൻ നമ്മെ രക്ഷിക്കുകയും. നിനക്ക് വിശ്വാസമുണ്ടോ നീ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഡെലിവറൻസ് ഉണ്ടാകുമെന്ന്? ആ വിശ്വാസം വേണം. കാരണം പൗലോസ് പറയുന്നത് അവൻ നമ്മെ രക്ഷിക്കുകയും. എന്തിൽ നിന്നെല്ലാം രക്ഷിച്ചു? അശുദ്ധിയിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, ദുഷ്കാമത്തിൽ നിന്ന്, വെറിക്കൂത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, കുശുമ്പിൽ നിന്ന് തുടങ്ങി ജഡത്തിന്റെ സകലത്തിൽ നിന്നും, ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കൊണ്ട് രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ.
അവൻ നമ്മെ രക്ഷിക്കൊണ്ട് അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ആ കൃപയാണ് സഹോദര സഹോദരി ഞാനും നിങ്ങളും ജ്വലിപ്പിക്കേണ്ടത്. ആ കൃപയാണ് ഞാനും നിങ്ങളും ജ്വലിപ്പിക്കേണ്ടത്. തയ്യാറാണോ? ആ കൃപ ജ്വലിപ്പിക്കാൻ തയ്യാറാണോ? ആ സ്നേഹം വെളിപ്പെടുത്താൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറുള്ള എത്ര പേരുണ്ട് ഇന്ന്? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ജ്വലിപ്പിക്കാൻ തയ്യാറാണ്. എനിക്കും ആ കൃപാവരം ജ്വലിക്കണം പാസ്റ്റർ, എനിക്കും ആ ദൈവകൃപ വർദ്ധിക്കണം പാസ്റ്റർ, എനിക്കും ആ നിലയിൽ എനിക്കൊന്ന് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. എല്ലാവരും ഇപ്പോൾ ഈ സമയം എന്നെ ഈ സൂമിൽ കാണുന്നവരും എല്ലാം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ യേശുവേ, ഞാനിന്ന് എന്നെ കാണുന്ന, ഈ യൂട്യൂബിൽ എന്നെ കാണുന്ന, ഈ സൂമിൽ എന്നെ കാണുന്ന ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇപ്പോൾ കൃപാവരം ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഈ സമയം ആ ദൈവ സാന്നിധ്യം തീ പോലെ അതവരുടെ മേൽ പിടിക്കട്ടെ. അവരുടെ എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും കെട്ടിവെച്ചിരിക്കുന്നത് ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ തിന്മയുടെ അരൂപികളും യേശുവിന്റെ നാമത്തിൽ എരിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ രോഗികൾ സൗഖ്യമായി തുടങ്ങട്ടെ. ഇപ്പോൾ ഭൂതബാധിതർ അതിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. ഇപ്പോൾ പിന്മാറ്റക്കാർ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. സ്വർഗം വലിയ അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരാമേൻ പറയാൻ പറ്റുമോ? ആമേൻ. കർത്താവ് വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. അതിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ മീറ്റിങ്ങിൻ്റെ അവസാനവും ഇതിൻ്റെ മധ്യത്തിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കാണിക്കുന്ന ആ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ അത്യാവശ്യ കോൾസ് എങ്കിൽ അതേ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ ഞങ്ങളോട് അറിയിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതും അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ അറിയിച്ചാലും മതി, ഞങ്ങൾ അതിന് റിപ്ലൈ തരാം. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ വിളിക്കുകയും ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്, എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ചിന്തയും ഒന്നും വേണ്ട. കാരണം കൃപയെക്കുറിച്ച് ഇന്ന് സംസാരിച്ച്, കൃപയുള്ളവനാണ് വരങ്ങളുള്ളത്. അതിനെക്കുറിച്ച് ബോധ്യമുള്ളവനാണ് അതിൽ വളരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തില്ല എന്നുള്ളതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ എനിക്ക് കർത്താവ് എന്ത് തന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചന. അതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടായിരിക്കുക. നിങ്ങൾ ഇത്രയും സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.